നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷത്തിൽ ആണ്ട പകലിലും കർമ്മനിരതനായിരുന്നു അന്ന് നമ്മുടെ രാഷ്ട്രപിതാവ്. വിഭജനത്തിന്റെ മുറിവുണക്കാൻ കൊൽക്കത്തയിൽ അദ്ദേഹം ഉപവാസത്തിലുമായിരുന്നു. അനശ്വരനായ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ട് നമ്മുടെ രാജ്യം ഒരിക്കലും കൈവിടാൻ പാടില്ലാത്ത മൂല്യങ്ങളുടെ പ്രതീകം കൂടിയാണ്. അവിടെയാണിപ്പോൾ പ്രധാനമന്ത്രി മോദി എത്തി പുഷ്പാർച്ചന നടത്തിയത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പതാക ഉയർത്തും. അങ്ങനെ രാജ്യം പൂർണ്ണതോതിൽ 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം തന്നെ സമീപ വർഷങ്ങളിൽ ഐക്യം, ദേശസ്നേഹം, സാമൂഹിക പുരോഗതി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ എന്നിവയൊക്കെ ആയിരുന്നു. ദേശീയ വികസനത്തിനും കൂട്ടായ ഉത്തരവാദിത്വത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഈ വർഷത്തെ പ്രമേയവും സമാനതകളില്ലാത്തൊരു മൂല്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ രാജ്ഘട്ടിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. എല്ലാ സേനകളും അവിടെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അദ്ദേഹം വീരസേനാനികൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഇനി ഔദ്യോഗികമായിട്ട് രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. സൈനിക മേധാവിമാർ എത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയവും ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ശരത്ലാൽ ചേരുന്ന വിവരങ്ങളുമായി നമുക്കിപ്പം. ശരത്ത്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? പ്രധാനമന്ത്രി എത്തി. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഹാപ്പി സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇപ്പോൾ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ചെങ്കോട്ടയ്ക്ക് മുമ്പ് അദ്ദേഹം രാജ്ഘട്ടിൽ പോയി രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. അതിനുശേഷമാണ് ചെങ്കോട്ടയിലേക്ക് എത്തുക. 8:05 തന്നെ ചെങ്കോട്ടയിൽ അദ്ദേഹം പതാക ഉയർത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നമ്മളെ സംബന്ധിച്ചുള്ള ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യദിനമെന്നാണെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കൂടി നേരത്തെ കുറിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ 79ാം ജന്മദിനം സ്വാതന്ത്ര്യദിനം എന്നതിലുപരി ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു സ്വാതന്ത്ര്യദിനം എന്ന് തന്നെ പറയണം. അതേപോലെ അമേരിക്കയുമായിട്ട് ഒരു ശത്രുതാ മനോഭാവം കൂടി വന്ന ഇന്ത്യയോടുള്ള ശത്രുതാ മനോഭാവം കൂടി വന്ന ഒരു സ്വാതന്ത്ര്യദിനം എന്നും നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം, 79ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പ്രസംഗിക്കുന്നു എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കക്കെതിരെയുള്ള രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടാകുമോ, അതോ ഓപ്പറേഷൻ സിന്ദൂറിലെ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം, മറുവശത്ത് പാകിസ്ഥാനിന് അമേരിക്ക നൽകുന്ന സഹായങ്ങൾ, അതേപോലെ ചൈനയുമായുള്ള ബന്ധം, ഇതൊക്കെ ഒരു പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ രാജ്യം നോക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി 12ാമത്തെ തവണയാണ് രാജ്യത്തെ ചെങ്കോട്ടയിൽ നിന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇതിനു മുമ്പേ ജവഹർലാൽ നെഹ്റുവും അതേപോലെ ഇന്ദിരാഗാന്ധിയും മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യ പതാക ഉയർത്താൻ ചെങ്കോട്ടിൽ അവസരം ലഭിച്ച 2 ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. ഏറ്റവും കൂടുതൽ സമയം ചെങ്കോട്ടിൽ പ്രസംഗിച്ച റെക്കോർഡും നരേന്ദ്രമോദിക്കാണ്. 87 മിനിറ്റാണ് നരേന്ദ്രമോദി ചെങ്കോട്ടിൽ പ്രസംഗിച്ചത്. ഏറ്റവും കുറഞ്ഞ പ്രസംഗം നടത്തിയത് 3 പ്രധാനമന്ത്രിമാരാണ്. അതിൽ 2 പേർ ആ റെക്കോർഡ് ജവഹർലാൽ നെഹ്റുവിനും മകൾ ഇന്ദിരാഗാന്ധിക്കും പിന്നെ അടൽ ബിഹാരി വാജ്പേയിക്കുമാണ്. ഏതായാലും എന്താണ് നരേന്ദ്രമോദി ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനോട് പറയുക എന്നതാണ് എല്ലാവരും സാഹൂതം കാതോർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ നിർണായകമായ ഒരു സമയത്താണ്. ഒരു സ്ഥലത്ത് പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ചോരി വിവാദം ആളിക്കത്തുകയാണ്, മറുവശത്ത് അമേരിക്കൻ സമ്മർദ്ദം, ഓപ്പറേഷൻ സിന്ദൂർ, കാലവർഷക്കെടുതികൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചാണ് ഈ 79ാമത്തെ ജന്മദിനം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്. ഈ സമയത്ത് അദ്ദേഹം എന്ത് പ്രസംഗിക്കും, എന്താണ് രാജ്യത്തോട് പറയുക എന്നതാണ് വളരെ പ്രധാനം. പ്രത്യേകിച്ച് തീരുവ വിവാദത്തിൽ, അതുപോലെ തന്നെ ചൈനയുമായുള്ള ബന്ധത്തിൽ എന്താണ് അദ്ദേഹം പറയുക എന്നതാണ് സേതുലക്ഷ്മി നമുക്ക് ഇനി കാതോർക്കേണ്ടത്. ഏതായാലും 8:05 അദ്ദേഹം ഈ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സേതുലക്ഷ്മി, രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിട്ടുണ്ട്. വികസിത ഭാരതത്തിനായി പ്രയത്നിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്.
സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പുതിയ ആവേശത്തോടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്നുമാണ് പ്രധാനമന്ത്രി എക്സിൽ ദിനവുമായി ബന്ധപ്പെട്ട് കുറിച്ചിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തെ കാഴ്ചകൾ, രാജ്ഘട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ തത്സമയം കാണുന്നത്. അവിടെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരത്ലാൽ പറഞ്ഞതനുസരിച്ച് ചടങ്ങിൽ 8:05 ചെങ്കോട്ടയിൽ രാജ്യ പതാക ഉയർത്തും. അങ്ങനെ 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കും. ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. പിന്നിപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിലൊക്കെ എന്താണ് പ്രധാനമന്ത്രി പറയുക എന്നുള്ളത്? രാജ്യത്താണെങ്കിൽ ഓട്ട്ചോരി വിവാദം, അത് രാജ്യം അങ്ങോളം ഇങ്ങോളം ആളിപ്പടരുന്നൊരു സാഹചര്യമാണ്. അതിനപ്പുറം അമേരിക്ക ഉയർത്തിയ തീരുവ 50% അധിക തീരുവ, അതിനൊപ്പം ഇനി പിഴത്തീരുവ ഈടാക്കും. ഇന്നത്തെ അലാസ്കയിലെ ചർച്ച അത് വിജയം കണ്ടെങ്കിൽ പിഴത്തീരുവ എത്രയും വേഗം ഈടാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെയും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ചൈനയുമായി നമ്മളിപ്പോൾ കൂടുതൽ അടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. അസിം മുനീർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ നടത്തിയ വിദ്വേഷജനകമായ പ്രസ്താവന, ഇതിനൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുമോ? എന്താവും അദ്ദേഹം ഈ ചെങ്കോട്ടയിൽ ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ രാജ്യം ഒന്നടങ്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.